പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ബംഗളൂരുവിലേക്ക് പോകണം. അവിടെ കേരളത്തിൽ നിന്ന് പോയ കോഴിക്കോട് നിന്ന് പോയ കോഴിക്കോട് ബംഗളൂരു KSRTC ബസ് അപകടത്തിൽപ്പെട്ട് ഡ്രൈവറും കണ്ടക്ടറും മരിച്ചു. കൂടുതൽ വിവരങ്ങൾ വരുന്നു. കണ്ടക്ടർ NM അരുൺ, ഡ്രൈവർ ബിജിലേഷ് എന്നിവരാണ് മരിച്ചത്. 20ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് ATC 129 എന്ന നമ്പറുള്ള ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ബസ് സൂചനാ ബോർഡിൽ ഇടിച്ച് മറിയുകയായിരുന്നു. രാമനഗര ബിഡതിയിൽ രാവിലെ 6:40 അപകടം. VS രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. വണ്ടി ഇടിച്ചു മറിഞ്ഞു കിടക്കുന്ന ദൃശ്യമാണ്. നഗരത്തിൽ നിന്ന് 10-30 കിലോമീറ്റർ അകലെയുള്ള ബിഡതിയിൽ വെച്ചാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. വാഹനം തൊട്ടടുത്തുള്ള സൂചനാ ബോർഡിൽ ഇടിച്ച് മറിയുകയായിരുന്നു എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഡ്രൈവർ, കണ്ടക്ടർ ബിജിലേഷ്, NM അരുൺ എന്നിവരാണ് ഇപ്പോൾ മരിച്ച വിവരം പുറത്തുവരുന്നത്. VS രഞ്ജിത്തുണ്ട്. VS രഞ്ജിത്ത്, കൂടുതൽ ആളുകൾക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുണ്ടോ? എന്താണ് അപകട കാരണം? എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഡോക്ടർ അരുൺ, ഇന്നലെ രാത്രി 9:30 കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട KSRTC ബസ്സാണ്. പുറപ്പെടുന്ന സമയത്ത് 7 പേരാണ് അതിൽ യാത്രക്കാരുണ്ടായിരുന്നത്. പക്ഷേ അതിനിടയിൽ യാത്രക്കാർ കയറിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താമരശ്ശേരിയിൽ നിന്നും കൽപ്പറ്റയിൽ നിന്നുമൊക്കെ യാത്രക്കാർ കയറിയിരുന്നു. അതുകൊണ്ട് തന്നെ 10-30 യാത്രക്കാർ ആ ബസ്സിലുണ്ടായിരുന്നു മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബംഗളൂരുവിന് തൊട്ടടുത്തുള്ള രാമനഗര ജില്ലയിൽ ബിഡതിയിൽ വെച്ചാണ് ഇന്ന് പുലർച്ചെ 6:45 ഈ അപകടം സംഭവിക്കുന്നത്. ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഡിവൈഡറിൽ ഇടിച്ച് മറിയുകയായിരുന്നു. ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഡ്രൈവർ മരണപ്പെട്ടു എന്നാണ് നമുക്ക് ദൃക്സാക്ഷികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ടക്ടർ ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് മരിച്ചത്. കണ്ടക്ടർ NM അരുൺ, ഡ്രൈവർ ബിജിലേഷ് എന്നിവരാണ് മരണപ്പെട്ടിരിക്കുന്നത്. 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതിൽ കാല് അറ്റുപോയ നിലയിൽ, അല്ലെങ്കിൽ കാലൊടിഞ്ഞ നിലയിൽ, അതുപോലെ തന്നെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ, അങ്ങനെ 5 പേർ തീവ്രപരിചരണ വിഭാഗത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മറ്റുള്ളവരുടെ ആരോഗ്യസ്ഥിതി അത് അത്രത്തോളം ഗുരുതരമല്ല, നിസ്സാരമായ പരിക്കുകളാണ്. പക്ഷേ അവർക്കും തുടർ പരിശോധനകൾക്ക് വേണ്ടി അവർ ആശുപത്രിയിൽ തുടരുകയാണ്. അവിടെ കെമ്മണ്ണ ആശുപത്രിയിൽ, ഭാരത് കെമ്മണ്ണ ആശുപത്രിയിലാണ് അവരെ പ്രവേശിപ്പിച്ചിരുന്നത് തുടക്കത്തിൽ. അതിൽ കുറച്ചുപേരെ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപകടത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. ഡ്രൈവർ ഉറങ്ങിപ്പോകാതാവും കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ ഹൈവേ ആണ്. ബാംഗ്ലൂരിലേക്ക് ഇനിയും ഒരു കിലോമീറ്റർ, 1 മണിക്കൂറൂടെ സഞ്ചരിച്ചാൽ ബാംഗ്ലൂരിൽ എത്താവുന്ന ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും ബസിന്റെ അപകടം ഇന്ന് പുലർച്ചെയാണ് സംഭവിച്ചത്. 2 മരണം സ്ഥിരീകരിക്കുന്നു. ബാക്കിയുള്ളവർ ആരുടെയും വലിയ അത്യാസന്ന നിലയിൽ ചികിത്സയിൽ കഴിയുന്ന ആരുമില്ല. പക്ഷെ 5 പേരുടെ നില ഗുരുതരമാണ്. താങ്ക് യു. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. ബംഗളൂരുവിനടുത്ത് ബിഡതിയിൽ വെച്ചാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ഡ്രൈവറും കണ്ടക്ടറും മരിച്ചു. ബാക്കിയുള്ള 20 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2-3 പേരുടെ നില അല്പം ഗുരുതരമാണ് എന്നുള്ള വിവരമാണ് ബംഗളൂരുവിൽ നിന്ന് ലഭിക്കുന്നത്. ഇന്നലെ രാത്രി 9:30 കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് പോയ സൂപ്പർ ഡീലക്സ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്.